ഇറാൻ കപ്പലിന് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടും പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കുറ്റപ്പെടുത്തി. PR അരവിന്ദ് ഡൽഹിയിൽ ചേർന്നു. അരവിന്ദ്, ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് അപ്പുറത്തൊരു ആക്രമണം ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സംയുക്ത നാവികാഭ്യാസത്തിലേക്ക് വന്ന ഇറാൻ കപ്പലിന് ഈ രീതിയിൽ ഒരു വലിയ വിമർശനം വരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിമർശനം ആഗോള മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ശ്രീലങ്ക തീരത്ത് വെച്ച് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ ഇറാന്റെ പടക്കപ്പൽ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ സൈനികാഭ്യാസത്തിനായി നാവികാഭ്യാസത്തിനായി ഇന്ത്യയിലേക്ക് വന്ന കപ്പലാണെന്ന് നടക്കുന്ന വാർത്തകൾ വന്നു. അരവിന്ദ്, ഈ പറഞ്ഞതുപോലെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിമർശനം ആഗോള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇവിടുത്തെ നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയ കപ്പലാണ്. സുഹേൽ, കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പരിശോധിച്ച് വരികയാണെന്ന് മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതിശക്തമായ വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ഒരു അതിഥിയായി പങ്കെടുത്ത യുദ്ധക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഇതിലുണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ 2 നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത യുദ്ധക്കപ്പലായിരുന്നു ഇറാന്റെ ഈ IRIS ധേന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇതിൽ ഇതുവരെ പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറാകാത്തത് വലിയ രീതിയിലുള്ള നയതന്ത്ര പരാജയം എന്നതാണ് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രാജ്യ താല്പര്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി പിന്മാറുകയാണ്. ഇത്തരത്തിൽ പൂർണ്ണമായ മൗനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയമായും ധാർമ്മികമായും പ്രധാനമന്ത്രി കീഴടങ്ങി എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ ഇടനാഴിയിൽ ഉണ്ടായിരിക്കുന്ന ഈ US ആക്രമണത്തെ അതീവ ഗൗരവത്തോടു തന്നെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുഖേ, വിമർശനങ്ങൾ കനക്കുകയാണ്. ഇന്ത്യയുടെ അതിഥിയായി മടങ്ങിയ ഇറാൻ കപ്പലിനെതിരാണ് ആക്രമണം ഉണ്ടായത്. ഇതിനോടകം 20-ലധികം ഇറാൻ കപ്പലുകൾ അമേരിക്ക തകർത്തെന്ന അവകാശവാദമായി അമേരിക്കയും രംഗത്തെത്തിയിരിക്കുന്നു. അതിലൊന്ന് IRIS ധേന കൂടിയാണ്. അരവിന്ദാണ് വാർത്താ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.